അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. رب السماوات والأرض وما بينهما فاعبدوه واستبر لعبادته ഹൽ തഅലമു ലഹു സമീയ. ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സൗഭാഗ്യം ലഭിച്ചു എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഗ്രഹമായി കാണാൻ നമുക്ക് സാധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറെ പ്രാധാന്യമുള്ള ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന ഏറ്റവും തിളക്കമുള്ള സന്ദേശമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. തൗഹീദ്, ഏകദൈവ വിശ്വാസമെന്നത് പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി കേൾക്കുവാനും അറിയുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നാം ഓരോരുത്തരും. എന്നിരുന്നാലും ആ വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, എത്രമാത്രം ഗൗരവം അതിന് നൽകേണ്ടതുണ്ട് എന്ന ഒരു പരിശോധനയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും നിലനിർത്തേണ്ടത്, നമുക്കുണ്ടാവേണ്ടത്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തൗഹീദ് എന്ന വാചകത്തെ നിർവചിച്ചപ്പോൾ, അതിനെ വിശദീകരിച്ചപ്പോൾ അവർ നൽകിയ അർത്ഥം അതേ രൂപത്തിൽ, അതേ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചോ എന്നാണ് പരിശോധിക്കേണ്ടത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അയ്യതയഖനൽ അബ്ദു അന്നല്ലാഹു വാഹിദുൻ ലാ ശരീക ലഹു ഫി റുബൂബിയ്യതിഹി വ ഉലൂഹിയ്യതിഹി വ അസ്മാഇഹി വ സിഫാതിഹി എന്നാണ്. അല്ലാഹുവിൻ്റെ അടിമ ദൃഢമായി വിശ്വസിക്കലാണ്, ഉറച്ചു വിശ്വസിക്കലാണ്. അല്ലാഹു ഏകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. ഫി റുബൂബിയത്തിഹി, അല്ലാഹു റബ്ബാണി എന്ന വിഷയത്തിൽ. വ ഉലൂഹിയത്തിഹി, ആരാധനക്കർഹൻ അല്ലാഹുവാണെന്ന വിഷയത്തിൽ. വ അസ്മാഇഹി വ സിഫാത്തിഹി, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിലും വിശേഷണങ്ങളിലും അല്ലാഹു ഏകനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല എന്ന ഉറച്ച വിശ്വാസം അല്ലാഹുവിൻ്റെ അടിമ ഉൾക്കൊള്ളലാണ്, അംഗീകരിക്കലാണ്, സ്വീകരിക്കലാണ് തൗഹീദ് എന്ന കെലിമത്ത് കൊണ്ട്, പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വിഭജനം ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറഞ്ഞതല്ല, അവരെ മനസ്സിലുണ്ടായ ചിന്തകൾക്കും ഊഹങ്ങൾക്കും അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. നേരെ മറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനെ മുൻനിർത്തിയിട്ടാണ് തൗഹീദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ
ഈ 3 തലങ്ങളിലാണ്, ഈ 3 രൂപത്തിലാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് സൂറത്ത് മറിയമിലെ 65-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും റബ്ബാണ്, സൃഷ്ടാവാണ് അല്ലാഹു. അതിനെ സംരക്ഷിക്കുന്നവൻ, വളർത്തുന്നവൻ, പരിപാലിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ഫഅബ്ദുഹു, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിന് നൽകുന്ന ആരാധനയിൽ ക്ഷമയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഹൽ തഅലമു ലഹു സമീയ, അവന് തുല്യമായി പേരുള്ള ഒരാളെ, അല്ലാഹുവിനെ പോലെ പേരിനൊത്ത ഒരാളെ കാണുവാൻ സാധിക്കുമോ എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. ഈ വാചകത്തെ മുൻനിർത്തിയിട്ടാണ് തൗഹീദ് എന്നതിന് 3 തലങ്ങളുണ്ട്. ഒന്ന് റുബൂബിയത്താണ്, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, രക്ഷിതാവായി അംഗീകരിക്കുക. രണ്ടാമത്തത് ഉലൂഹിയത്താണ്, അല്ലാഹുവാണ് ഏക ഇലാഹ്. ഒരിക്കലും ആലിഹത്തുകൾക്ക്, ദൈവങ്ങൾക്ക്, ദൈവസങ്കല്പങ്ങൾക്ക്, അതല്ലെങ്കിൽ ദൈവങ്ങളെ ആശ്രയിക്കുന്നതിന് യാതൊരു നിലനിൽപ്പും തന്നെ ഇല്ല. എല്ലാ ആലിഹത്തുകളും മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ ദൈവങ്ങളും ദുർബലരാണ്, അശക്തരാണ്, കഴിവില്ലാത്തവരാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, ആ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും തുല്യമായ ഒരു സൃഷ്ടി മനുഷ്യരിലോ ജീവികളിലോ സസ്യങ്ങളിലോ കാണാനും കഴിയാത്തതുമായ ഒരൊറ്റ സൃഷ്ടിയിലും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ റുബൂബിയത്തിൽ നിന്നുകൊണ്ടാണ് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹുവിനെ റബ്ബായി മനസ്സിലാക്കാൻ, രക്ഷിതാവായി മനസ്സിലാക്കാൻ ലോകത്തുള്ള മനുഷ്യർക്ക് സാധിക്കുന്നുണ്ടോ എന്ന വിശാലമായ പരിശോധന നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കണം. അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോൾ അതിനെ ചെറുതായിട്ടല്ല ഇസ്ലാം കണ്ടത്, അതിനെയേറെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. ആധുനികരായ പണ്ഡിതന്മാരും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരും ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പണിയെടുത്തവരും റുബൂബിയത്ത്, അല്ലാഹു റബ്ബാണ്, രക്ഷിതാവാണ് എന്ന വിഷയത്തെ പൂർണ്ണമായി അംഗീകരിച്ചവരാണ്. എന്ന് വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഷിർക്കിൽ മുങ്ങിക്കുളിച്ച, ഷിർക്കിനു വേണ്ടി മാത്രം ജീവിച്ച, ഏക ഇലാഹിനെ അംഗീകരിക്കാതെ ഒരുപാട് ദൈവങ്ങളിലേക്ക് മാത്രം അഹങ്കാരികളായി മാറിപ്പോയ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും ഒരേ സ്വരത്തിൽ അംഗീകരിച്ച വിഷയമായിരുന്നു അല്ലാഹു റബ്ബാണ്, രക്ഷിതാവാണ്, അല്ലാഹു സൃഷ്ടാവാണ്, അല്ലാഹു ഖാലിഖാണ് എന്ന വിഷയം. അല്ലാഹുവാണ് ഉപജീവന മാർഗം നൽകുന്നവൻ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെന്ന് ഷിർക്കിൽ മുങ്ങിക്കുളിച്ചവർ പോലും അംഗീകരിച്ച ഒരു കാലഘട്ടം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതും വെറുതെയല്ല, അല്ലാഹുവിന്റെ കലാം പരിശോധിക്കുമ്പോൾ അവരുടെ വാക്കായി കൊണ്ട് തന്നെ, അവർ പറഞ്ഞ വിഷയമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ 23-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 86 മുതൽ 89 വരെയുള്ള വചനങ്ങളിൽ ആരാണ് സൃഷ്ടാവ് എന്ന് മുശ്രിക്കിനോടും കാഫിറിനോടും ചോദിച്ചാൽ സയഖൂലൂന അല്ലാഹ്, അവർക്ക് പറയാനുള്ള മറുപടി അല്ലാഹുവാണ്. ആരാണ് ഉപജീവന മാർഗം നൽകുന്നവന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി സയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണെന്ന് പറയും. എന്നാലോ ഏക ഇലാഹായി, ആരാധനക്കർഹനായി അല്ലാഹുവിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് ആ ഷിർക്കിന്റെ പ്രവൃത്തിയുടെ ഗൗരവം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ ഉണർത്തിയതും. ഇനി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ എങ്ങനെയാണ് റബ്ബായി നമ്മൾ അംഗീകരിക്കേണ്ടതും? അല്ലാഹുവിന്റെ അഫ്ആലിലൂടെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ അഫ്ആലുകൾ ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി, അല്ലാഹു തന്റെ കർമ്മങ്ങളിൽ അവൻ ഏകനാണ്. അല്ലാഹുവിന്റെ കർമ്മങ്ങളിൽ ഒരു പങ്കാളിയില്ല. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പങ്കാളികൾ ഉണ്ടാവും. നാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേന നിർമ്മിക്കാൻ പോലും ഒരുപാട് ആളുകളുടെ സഹായം വേണ്ടിവരും. നാം ധരിച്ച ഒരു വസ്ത്രം
തയ്ച്ചുണ്ടാക്കുവാൻ ഒരുപാട് ആളുകളുടെ സഹായം വേണ്ടിവരും. നമ്മുടെ മനസ്സിൽ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു പുതിയ വാഹനം ലോകത്ത് വന്നാൽ ആ വാഹനത്തിന്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ കൈകളുണ്ട്. നാം താമസിക്കുന്ന നമ്മുടെ ഭംഗിയായ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഴിവുണ്ട്, സഹായമുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കും, ഈ ലോകത്തിന്റെ റബ്ബായും അള്ളാഹുവിന്റെ കലാമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ നമ്മുടെ മനസ്സിൽ മായാതെ മറക്കാതെ ഉണങ്ങാതെ വറ്റിപ്പോകാതെ എന്നും നിലനിൽക്കുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ ലോകത്തിന്റെ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഖാലിഖായ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഈ ലോകത്തുള്ളവർക്ക് മുഴുവനും ഉപജീവന മാർഗം കൊടുക്കുന്ന അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ ഈ ലോകത്തെ മുഴുവനും സദാസമയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തെ ഒരുപാട് പുരോഗതികളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്നവരാണ് നമ്മൾ. ആ കണ്ണുകൊണ്ട് നമ്മെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ലോകത്ത് വരാനുള്ള നൂതനമായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും ലോകത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മെ പോലെയുള്ള പല ആളുകളും. പക്ഷേ ആ സ്വപ്നങ്ങൾ കാണുന്ന മനസ്സുകൊണ്ട്, ആ സ്വപ്നങ്ങൾ ദർശിക്കുന്ന കണ്ണുകൊണ്ട് നമുക്ക് നമ്മെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടുമ്പോൾ, ആ അത്ഭുതകരമായ മാറ്റങ്ങൾ ദർശിക്കുമ്പോൾ അതേ കണ്ണുകൾ കൊണ്ട് സ്വന്തം ശരീരം നോക്കിയിട്ടും അല്ലാഹുവാണല്ലോ ഇതിന്റെ സിട്ടാവെന്ന് പറയാൻ, എനിക്ക് നടക്കാനും എനിക്കിരിക്കാനും എനിക്ക് ശ്വസിക്കാനും എനിക്കോടാനും എനിക്ക് സഞ്ചരിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഈ രൂപത്തിൽ ഘട്ടം ഘട്ടമായി എന്നെ വളർത്തി പരിപാലിക്കുന്നവൻ എന്റെ സിട്ടാവായ അല്ലാഹുവാണല്ലോ എന്ന ഒരു തിരിച്ചറിവും നമുക്കില്ലാതെ പോയിട്ടുണ്ട്. ഖുർആൻ ഏറെ ഗൗരവത്തോടുകൂടി ആ ചോദ്യം മനസാക്ഷി ഉണർത്തുന്ന രൂപത്തിലാണ് നമ്മോട് ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ അധ്യായം 5, 6, 7 ആയത്തുകളിൽ ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലഖ്, മനുഷ്യൻ നോക്കട്ടെ എന്തിൽ നിന്നാണ് അവനെ അല്ലാഹു സൃഷ്ടിച്ചത് എന്നും ഏതവസ്ഥയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നത് എന്നും മനുഷ്യൻ നോക്കട്ടെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഖുലഖൽ ഇൻസാൻ, മനുഷ്യ ഖുലഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള മനുഷ്യകുലത്തെ അല്ലാഹു ഉണ്ടാക്കിയത്. ഓരോ മനുഷ്യരും സ്വന്തം നഫ്സ് നോക്കിയാൽ, സ്വശരീരം നോക്കിയാൽ ആ കാര്യം കൃത്യമായി ബോധ്യപ്പെടാൻ ഉതകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം നൽകുന്നതും. അതുപോലെ തന്നെ 76-ാം അധ്യായം 1-2 ആയത്തുകളിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഒന്നുമല്ല എന്താകുമെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടം മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചവച്ചരക്കപ്പെട്ട, കണ്ടാൽ അറക്കുന്ന ഒരു തുള്ളിയിൽ നിന്നും ഈ ഭംഗിയിലേക്കും ഈ ഭംഗിയുള്ള രൂപത്തിലേക്കും ചുറുചുറുപ്പുള്ള ആരോഗ്യത്തിലേക്കും അല്ലാഹു നമ്മളെ എത്തിച്ചുവെങ്കിൽ ആ സിട്ടാവിനെ സ്വന്തം ശരീരം നോക്കി കണ്ടെത്താനും അറിയാനും വിവേകമുള്ള, ഉണർവുള്ള, ചിന്തിക്കുന്ന സമൂഹമേ, വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതാണ് നാം തിരിച്ചറിയാതെ പോയതും. ആ ഒരു തിരിച്ചറിവിലേക്കും എത്തേണ്ടതിന്റെ അനിവാര്യത ഏറെ നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞു പോകുന്നു. ഇനി അത് മാത്രമല്ല, അല്ലാഹു റാസിഖാണ്, എല്ലാറ്റിനും ഉപജീവന മാർഗം നൽകുന്നവനാണ്. വഅന്നഹു റാസിഖ് ലിജമീഇദ് ദവാബി വൽ ആദമീന വഗൈരിഹിം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പടച്ച റബ്ബ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സൃഷ്ടികൾക്കും, സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും മനുഷ്യരെന്ന് വ്യത്യാസമില്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഉപജീവന മാർഗം നൽകുന്നവനാണ്. അത് ഖുർആൻ വളരെ കൃത്യമായി തന്നെ 11-ാം അധ്യായം 6-ാമത്തെ ആയത്തിലൂടെ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജീവിയും തന്നെ ബാക്കിയാകുന്നില്ല പടച്ച റബ്ബും ഉപജീവന മാർഗം നൽകിയിട്ടല്ലാതെ, അല്ലാഹു റിസ്ഖ് നൽകിയിട്ടല്ലാതെ ഒരു ജീവിയും തന്നെ ഈ ഭൂമി ലോകത്ത് ബാക്കിയാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിച്ചു, പടച്ച റബ്ബിൽ
തവക്കുൽ ചെയ്യേണ്ടതുപോലെ ഏൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ ഏൽപ്പിക്കുകയും ഉപജീവന മാർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയും ചെയ്താൽ പക്ഷികൾക്കും ഉപജീവന മാർഗം നൽകുന്നത് പോലെ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും ഭക്ഷണം നൽകുമെന്നാണ്. പക്ഷികൾ എങ്ങനെയാണ് ഒട്ടിയ വയറുമായി രാവിലെ പുറപ്പെടുന്നു, വയർ നിറച്ചുകൊണ്ട് അവരുടെ കൂടുകളിലേക്കും വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇതുപോലെ അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചും കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ അതിന്റെ ഫലം അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹുവിൽ ഒരാൾ തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഒരാൾ തയ്യാറായാൽ ഒരു നല്ല മഖറജ് അള്ളാഹു അവന് കൊടുക്കുമെന്നാണ്. എന്ന് മാത്രമല്ല, 2-ാം അധ്യായം 20-21 ആയത്തുകളിൽ ആരാധന, ഇബാദത്ത് പടച്ച റബ്ബിന് മാത്രമാണ് നൽകേണ്ടത് എന്നും യാ അയ്യുഹന്നാസ് യഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്തിന് ശേഷം അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയെ നിങ്ങൾക്ക് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഹ, ഭൂമിയെ നിങ്ങൾക്ക് പരവതാനിയാക്കി ആകാശ ലോകത്തിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നു, ഭൂമിയിൽ നിന്നും നല്ല രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി. ആ റബ്ബിനെ, ആ റിസ്ക് നൽകുന്ന റബ്ബിനെ തിരിച്ചറിയാൻ കഴിയണമെന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. സൂറത്ത് വാഖിയയിലെ ഒരുപാട് ആയത്തുകളിലൂടെ 56-ൽ 63 മുതൽ 67 വരെ, 68 മുതൽ 70 വരെ, 71 മുതൽ 73 വരെ മനസ്സാക്ഷിയെ ഉണർത്തുന്ന ചോദ്യങ്ങളാണ് ഉപജീവന മാർഗം നൽകുന്ന അള്ളാഹു ചോദിക്കുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തും മാ തഹറുസൂൻ, മനുഷ്യരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പാടത്തിറങ്ങി പതിരുകൾ മാറ്റിവെച്ചും നല്ല വിത്തുകൾ മാത്രം ഇറക്കി കൃഷിയെടുക്കുന്ന ഒരു കർഷകൻ ആ കൃഷിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അല്ലയെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുമായിരുന്നു, ഞുരുമ്പിച്ച് കളയുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉപ്പ് രസമുള്ള വെള്ളമാക്കി അതിനെ മാറ്റുമായിരുന്നു. നിങ്ങൾ കത്തിക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ രൂപത്തിലുള്ള ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. നമ്മുടെ ഉപജീവന മാർഗം ഏത് വലിയ ഉയരങ്ങളിലേക്ക് എത്തിയാലും ഒരു തിരിച്ചറിവ് ആവശ്യമാണ്. സ്വന്തം സിട്ടാവിനെ തിരിച്ചറിഞ്ഞ പോലെ എനിക്ക് ഉപജീവന മാർഗം നൽകുന്നവൻ ഏത് ഭാഗത്തായിരുന്നാലും അള്ളാഹുവാണ്, റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവായ റബ്ബാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ മുദബ്ബിർ ആരാണ്? നിയന്ത്രിക്കുന്നവൻ ആരാണ്? റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അതെങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്? വഅന്നഹു മാലികുൽ മുൽക്ക്, മാലികുൽ മുൽക്ക്, അധികാരം മുഴുവനും പടച്ച റബ്ബിനാണ്. അള്ളാഹുവിനോളം അധികാരമുള്ള ഒരാളും പടച്ച റബ്ബിന്റെ സൃഷ്ടിയിൽ ഒരാളും തന്നെയില്ല. പടച്ച റബ്ബിനോളം ഉയരുവാൻ കഴിവുള്ളവൻ ലോകത്തൊരാളുമില്ല. പടച്ച റബ്ബിനോളം ഉയരങ്ങളിലേക്ക് എത്താൻ, വലിയവനാകാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. വൽ മുദബ്ബിറു ലിശുഊനിൽ ആലം, ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബ്ബിറാണ് അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആർക്ക് പ്രതാപം കൊടുക്കണം, ആരെ നിന്ദിക്കണം, ആരെ അവഗണിക്കണം, ആരെ ഒഴിവാക്കണം, ഇത് മനുഷ്യരിൽ തീരുമാനിക്കുന്നത് അവന്റെ വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. അള്ളാഹു മുദബ്ബിറാണ് എന്ന വിഷയം 32-ൽ 5-ാമത്തെ ആയത്തിലൂടെ 3-ാം അധ്യായം 26-27 ആയത്തുകളിലൂടെ വിശാലമായി തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ലോകത്തും ഞാനാണ് റബ്ബെന്ന് പറഞ്ഞും ഏറ്റവും വലിയ അഹങ്കാരിയായി ജീവിച്ച ഫറോവ എന്ന ചക്രവർത്തിയുടെ ഒരു രാജാവിന്റെ കഥ ഖുർആൻ വിശദീകരിക്കുന്നു. കഥാരൂപത്തിലൊക്കെ നമ്മൾ വായിച്ചവരായിരിക്കും, അള്ളാഹുവിന്റെ കലാമിലൂടെ നമ്മൾ അറിഞ്ഞവരായിരിക്കും. അറിഞ്ഞതിൽ നിന്നും ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, ഭയപ്പെടുന്നവർക്കും ഫിർഔനിന്റെ ചരിത്രത്തിൽ ഗുണപാഠമുണ്ട് എന്നും അള്ളാഹു പഠിപ്പിച്ചുവെങ്കിൽ അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബെന്നും ഫിർഔൻ അഹങ്കാരത്തോടെ പറഞ്ഞുവെങ്കിൽ അതിന്റെ ഗൗരവം സഹോദരങ്ങളെ തിരിച്ചടിയണം. ആ ഫിർഔനിന്റെ മുമ്പിൽ പോയി മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഖാല ഫമർ റബ്ബുക്കുമാ യാ മൂസ, അല്ല മൂസ, നീയും ഹാറൂനും പറയുന്ന റബ്ബാരാണ്, ആ രക്ഷിതാവാരാണ്? ഒന്ന് കാണട്ടെ, ഒന്ന്
ഒന്ന് കാണട്ടെ എന്ന് അഹങ്കാരത്തോടെ ചോദിക്കുന്നു. ആ സമയത്തും കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രകടമാകണം. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാനും ഹാറൂനും പറഞ്ഞ റബ്ബ് ആരാണെന്നറിയുമോ? ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് അവക്ക് വേണ്ട മാർഗം കാണിച്ചു കൊടുത്തവനാണ്. അവയെ ഒഴിവാക്കിയവനല്ല, മാർഗം കാണിച്ചു കൊടുത്തവനാണ് അല്ലാഹു എന്നും റബ്ബെന്നും മൂസാ നബി അലൈഹിസ്സലാം 20-ാം അധ്യായം 49-50 ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തിയെങ്കിൽ അഹങ്കാരം തളർത്തുക, നശിപ്പിക്കുക എന്നല്ലാതെ ഉയരങ്ങളിലേക്കും മനുഷ്യനെ കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും ഏറെ ഗൗരവത്തോടുകൂടി ചോദിക്കണം, സമൂഹത്തോട് ചോദിക്കണം, സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം. പടച്ച റബ്ബും ഈ രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഈ കാര്യങ്ങളിൽ ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെയുള്ളവർ ഇതുപോലെ എന്താണ് പടച്ചുണ്ടാക്കിയത് എന്ന് കാണിച്ചു തരൂ, നിങ്ങൾ തെളിയിക്കൂ എന്നും ലോകത്തോട് ചോദിക്കാൻ, നിഷേധികളോട് ചോദിക്കാൻ, ഇത് അംഗീകരിക്കാത്തവരോട് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 വാചകങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, തിരിച്ചറിയുക, മാമിൻ മൗജൂദിൻ ഇല്ലാ വലഹു മൂജിദുൻ, ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല, അത് ഉണ്ടാക്കിയ ഒരാളും അതിന്റെ പിന്നിൽ ഇല്ലാതെ. മാമിൻ മഖ്ലൂഖിൻ ഇല്ലാ വലഹു ഖാലിഖുൻ, ഒരു സൃഷ്ടാവും തന്നെ ലോകത്തുണ്ടാകുന്നില്ല, ഒരു സൃഷ്ടിയും തന്നെ ലോകത്തുണ്ടാകുന്നില്ല, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലാതെ. മാമിൻ അസറിൻ ഇല്ലാ വലഹു മൂസിറുൻ, ലോകത്ത് ഒരു അടയാളം, ഒരു അസറും തന്നെ ഉണ്ടാകുന്നില്ല, അതിന്റെ പിന്നിൽ അടയാളപ്പെടുത്തിയ ഒരുവനില്ലാതെ എന്ന് ഇസ്ലാമിക ചരിത്രം പ്രമാണങ്ങൾ മുൻനിർത്തി പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന്റെ പിന്നിൽ ഖാലിഖുണ്ട്, റബ്ബുണ്ട്, മുദബ്ബിറുണ്ട്, റാസിഖുണ്ട് എന്ന ഒരു തിരിച്ചറിവും ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂടുതൽ പഠന വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബതിഹി വമൻ വാലാ. സുമ്മ അമ്മാ ബഅദ്. ബഹുമാന്യരെ, സഹോദര സഹോദരികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ഈ വേദിയിൽ അരുളി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും എന്ന ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തും സൂക്തവും ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരം പറയും. മഹത്തായ സൂറത്തുൽ ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ ഏറ്റവും മഹത്തായ വചനമേത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും
അത് പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിന് പ്രതികരിക്കും. അത് ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ